എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ RRBയുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പുതിയ തൊഴിൽ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തി നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. അതിൽ ഉൾപ്പെടുത്താത്ത സമഗ്രമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഒരു തൊഴിലവസരമാണ് ഇപ്പോൾ കൺമുമ്പിൽ വന്നിട്ടുള്ളത്. ലെവൽ 1 തസ്തികയിലേക്കായി 32,000-ലധികം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒഴിവുകൾ സംബന്ധിച്ച RRB റിക്രൂട്ട്മെൻറ്റ് 2025 വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. വിവിധ സെക്ഷനുകളിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആവശ്യമായ യോഗ്യതയും പരിചയവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 2025 ജനുവരി മാസം 23-ാം തീയതി മുതൽ RRBയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷിക്കാവുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 2025 ഫെബ്രുവരി 22-ാം തീയതിയാണ്. ഓൺലൈൻ മുഖേനയാണ് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. 7ാമത് CPC പേ മെട്രിക്സിൻ്റെ ലെവൽ 1-ൽ 32,438 ഒഴിവുകൾ ഇത്തവണ പൂർണ്ണമായും നികത്തുന്നതാണ്. 10ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ ഉള്ള CEN നിർദ്ദേശിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സാങ്കേതിക യോഗ്യതകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സംവരണ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രായപരിധിയിൽ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. അസിസ്റ്റന്റ് ബ്രിഡ്ജ്, അസിസ്റ്റന്റ് CW, അസിസ്റ്റന്റ് ഡിപ്പോ ചോയ്സ്, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ്, ഡീസൽ ഡിപ്പാർട്ട്മെന്റ്, ട്രാക്ക് മെയിൻ്റനർ, ക്യാബിൻമാൻ, പോയിന്റ്സ്മാൻ എന്നിവ അടക്കമുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ നിലവിൽ ക്ഷണിച്ചിട്ടുള്ളത്. 4 ഘട്ടങ്ങളിലായിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ്. ശാരീരിക കാര്യക്ഷമതാ പരിശോധന ഉണ്ടായിരിക്കും. സർട്ടിഫിക്കറ്റ് പരിശോധന, മെഡിക്കൽ പരിശോധന എന്നീ 4 ഘട്ടങ്ങളിലായിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിൽ 90 മിനിറ്റിനുള്ളിൽ 100 ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം രേഖപ്പെടുത്തേണ്ടതാണ്. ഓരോ തെറ്റായ ഉത്തരത്തിനും 1 മാർക്കിൻ്റെ 1/3 വീതം കുറയുന്നതാണ്. 500 രൂപയാണ് ഇതിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. PWBD, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ, മുൻ സൈനികർ, SC ST ന്യൂനപക്ഷ സമുദായങ്ങൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന EBC വിഭാഗത്തിലുള്ളവർക്കും 250 രൂപയാണ് ഫീസ്. നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, UP അല്ലെങ്കിൽ ലഭ്യമായ മറ്റ് പേയ്മെൻറ്റ് മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നമുക്കൊന്ന് പൂർണ്ണമായി നോക്കാം. RRBയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. പരസ്യ നമ്പർ CEN നമ്പർ 8/2024 തിരഞ്ഞെടുക്കുക. ഓൺലൈനായിട്ട് ഇതിൽ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് വ്യക്തിഗത മൊബൈൽ നമ്പറും സാധുവായ ഒരു ഇമെയിൽ ID നൽകി ഇതിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷാ ഫോറം പൂർണ്ണമായും പൂരിപ്പിക്കേണ്ടതാണ്. ആവശ്യമായ രേഖകളെല്ലാം തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷാ ഫീസ് നമ്മൾ തുടർന്ന് അടച്ച ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. റെഫറൻസ് പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് നമുക്കെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അപേക്ഷാ ഫോമുകളിൽ തെറ്റ് തിരുത്താൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരമുണ്ട്. ഒരു മോഡിഫിക്കേഷൻ വിൻഡോ ഇതിനു വേണ്ടി ഉണ്ടായിരിക്കുന്നതാണ്. ഇത് മോഡിഫിക്കേഷൻ ഫീസ് ഇതിൽ ഈടാക്കുന്നതാണ്. അപ്പോൾ ഇത് മുഖേന നമുക്ക് തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് തിരുത്താവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടെ പ്രയോജനപ്പെടട്ടെ. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.